അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമൊക്കെ എനിക്കില്ല. രേണുചേച്ചിക്കും പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണുചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞില്ല. രേണുസുതിയെ കുറിച്ച് 4 വാക്ക് പറയാതെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. എന്താ ചെയ്യാ, ഇത് രേണുസുതിന്റെ കാലല്ലേ. നമ്മളൊക്കെ രേണുവിന്റെ കയ്യിലുള്ള വെറും കളിപ്പാട്ടങ്ങൾ മാത്രം. ഈ കളിപ്പാട്ടങ്ങളൊക്കെ എങ്ങനെ ചലിപ്പിക്കണമെന്ന് രേണുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രേണുവിനെ കണ്ടന്റ് ക്വീൻ എന്ന് വിളിച്ചത്. രേണു പൂച്ചയെ പോലാണ്, എങ്ങനെ വീണാലും 4 കാലിൽ വീഴും. അതായത് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും രേണുവിന് ഒരേപോലെയാണ്. തന്നെ കുറിച്ച് എപ്പോഴും എന്തെങ്കിലും വാർത്തകൾ ഇങ്ങനെ വന്നാൽ മതി, ഇങ്ങനെ ട്രെൻഡിങ് ആയി നിന്നാൽ മതി, അത്രേ ഉള്ളൂ. ഡെയിലി ഒരു 4-5 ഇന്റർവ്യൂ കൊടുക്കണം, അതിനുള്ള കണ്ടന്റ് ഉണ്ടാക്കണം. ഇതൊന്നും അധിക കാലം ഉണ്ടാവില്ല എന്ന് രേണുവിന് തന്നെ അറിയാം. ആറാട്ടണ്ണന് മുകളിൽ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന കഴുകൻ പറന്നിറങ്ങിയതുപോലെ രേണുവിന് മുകളിലും ഒരു അവതാര പിറവി ഏത് നിമിഷവും ഉണ്ടാവാം. അത് സംഭവിക്കുന്നത് വരെ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ് രേണുവിന്റെ ലക്ഷ്യം. ആ ഉണ്ടാക്കലിന് സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം പോലും ഉപയോഗിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രം. എന്തായാലും സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം രേണുവിന്റേത് കള്ളക്കരച്ചിലാണ് എന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായിട്ട് രേണു രംഗത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടോക്കാം. എന്റെ സുചേട്ടന്റെ ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കണ്ട്. ഞാൻ അഭിനയിക്കുവാണ്, എന്റെ കണ്ണിക്കൂടെ കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും, ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും. എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതെ, ഒരു കാര്യമില്ല. അത് തന്നെയാണ് സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം നിങ്ങൾ കാണിച്ചു കൂട്ടിയത് കണ്ട ആളുകൾക്കും പറയാനുള്ളത്. സ്വന്തം ഹസ്ബൻഡിന്റെ ഓർമ്മ ദിവസമാണോ ഇമാതിരി റൂള പരിപാടികളൊക്കെ ചെയ്യുന്നത്? അത്രേ ആളുകൾ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ സങ്കടം അഭിനയിച്ചതാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ കാണുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും അല്ലെ. ബാക്കി നോക്കാം. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാണ്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അഭിനയിക്കും ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്ക് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ, നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു. തളരരുത് രാമൻകുട്ടി, തളരരുത്. അല്ലെങ്കിലും ആകാശം ഇടിഞ്ഞു വീണാലും ചേച്ചി തളരില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ മൈൻഡ് സെറ്റ് പിടിച്ചാണ് നിങ്ങൾ കുറെ കാലമായി ജീവിക്കുന്നതും എന്നും അറിയാം. എത്ര വലിയ നെഗറ്റീവ് വന്നാലും അതെങ്ങനെ മുതലാക്കണമെന്ന് രേണുവിന് നന്നായിട്ട് അറിയാലോ. പക്ഷേ ഞാൻ എന്താ വരാതവും കാണിക്കും, അതാരും ചോദിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് അംഗീകരിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സൂചേട്ടൻ മരിച്ചത്. എന്ത് സങ്കടമില്ലെന്ന്? ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിത് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. രേണുവിന് സങ്കടമില്ലെന്നോ ചിരിക്കാൻ പാടില്ലെന്നോ എപ്പോഴും കരഞ്ഞിരിക്കണമോ എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല. നായികക്ക് 40 വട്ടം സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞു നടക്കുന്ന രേണു തന്നെ സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസത്തെ ഒരു കോമാളി ദിവസമാക്കി മാറ്റിയതിനാണ് ഞാൻ വിമർശിച്ചത്. രേണു ഇപ്പോഴും തന്നെ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിലായാലും അംഗീകരിച്ച് തരില്ല എന്ന വാശിയിലാണ് കക്ഷി. എന്ത് സംഭവിച്ചാലും എനിക്കൊരു കോപ്പുമില്ല എന്ന ആറ്റിറ്റ്യൂഡ് കുറച്ചൊക്കെ നല്ലതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേ. അമിതമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? അലൻ ജോസ് പെരേരയ്ക്ക് വരെ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. എന്നിട്ട് രേണുവിന് മാത്രം മനസ്സിലാവുന്നില്ല. പെരേരന്റെ സംഭവം എല്ലാവർക്കും അറിയാലോ. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം അലൻ ജോസ് പെരേര കളിച്ച ഡാൻസ് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. പെരേരയുടെ ഡാൻസ് കണ്ട് തുള്ളിച്ചാടിയ രേണുവിനെയും ആരും മറന്നിട്ടുണ്ടാവില്ല. എന്തായാലും ഈ സംഭവം വിവാദമായതോടെ പെരേര മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടോക്കാം. കേട്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ചെയ്തത് തെറ്റാണെന്ന് പെരേര വരെ സമ്മതിച്ചു. എന്നിട്ടും രേണു ചേച്ചിക്ക് മാത്രം മനസ്സിലായില്ല. എന്തായാലേ, ഇനിയിപ്പോ മനസ്സിലാകാനും പോണില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. അയ്യോ, ഒരു കുണുവാവ വന്നേക്കുന്നു. പറഞ്ഞു മനസ്സിലാക്കി തരാൻ നീ എന്താ കിള്ളക്കുട്ടിയൊന്നുമില്ലല്ലോ. ഒരാളുടെ ഓർമ്മ ദിവസം അയാളുടെ വീട്ടിൽ പോയി ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു മിനിമം കോമൺ സെൻസ് മതി. ഇത്രയും വളർന്ന് പന്തലിച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ കഥ? ബാക്കിയാണ്ടോക്കാം. പക്ഷെ കൂടെയുള്ള പോയവന്മാരും പറഞ്ഞില്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്കിട്ട് 2 അടി ഞാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു കലാകാരനാണ്, സിനിമയിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരാളാണ്. സുധിയേട്ടൻ എന്നുള്ള ഒരു വലിയൊരു കലാകാരനാണ്. ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവർ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചത്. പക്ഷെ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫ് പുറയിലുണ്ടായിരുന്നു, പുള്ളിക്കാർക്ക് കൈ അടിക്കുന്നുണ്ടായിരുന്നു. രേണുചേച്ചി പറയുന്നുണ്ടായിരുന്നു, വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പൊ രേണുചേച്ചിക്ക് പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണുചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാർക്കും പറഞ്ഞില്ല. അപ്പൊ ഇവിടെ തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രേണു ചേച്ചി പറയില്ല, കാരണം രേണു ചേച്ചിക്ക് ഇതൊക്കെ അല്ല ആവശ്യം. സുധിയുടെ ഓർമ്മ ദിവസം സകല ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയതും ഈ കണ്ട കോമാളി പരിപാടികളൊക്കെ സംഘടിപ്പിച്ചതും ഈ പറയുന്ന രേണു ചേച്ചി തന്നെയാണല്ലോ. അപ്പൊ പിന്നെ പെരേരയുടെ ഡാൻസിനെ ചേച്ചി പ്രോത്സാഹിപ്പിച്ചതിൽ യാതൊരു അത്ഭുതവും വേണ്ട. ചേച്ചി ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
ആഗ്രഹിച്ചത്. ഇനി രേണുവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് പൊങ്ങി വന്ന മറ്റൊരു വിവാദമായിരുന്നു രേണു മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് സുധിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ബിനു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു രേണു എന്നുള്ളതാണ് പലരും കമന്റ് ചെയ്തിട്ടുള്ളത്. ഈ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള രേണുവിന്റെ മറുപടി ഒന്ന് കേട്ടോ. അയാൾക്കെതിരെ ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാൾ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയില്ല പാസ്റ്ററിനെ ഒന്നും അറിയില്ല. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്കിതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല ഇത്. ഓക്കെ, അപ്പൊ രേണുവിന് ബിനുവിനെ അറിയാമെന്നർത്ഥം. കാരണം ഈ പറയുന്ന ആള് പാസ്റ്റർ ഒന്നുമല്ല, അയാൾക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട് എന്നൊക്കെ രേണുവിനെ പറയുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇനിയിപ്പോ മുമ്പ് രേണു വേറൊരു വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. ഈ കമന്റ്സിലൂടെ ഈ ഏതാണ്ട് വലിയ സംഭവം ആ കമന്റ് പറയാൻ എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നവർ മാത്രം കുറെ എനിക്ക് നിങ്ങൾ എന്നെ ഓർക്കാം, ഞാൻ നിങ്ങളുടെ വ്ളോഗ് കാണും, നിങ്ങൾക്ക് വ്യൂസ് വരുമെന്ന്. രേണുസുതി ഇതൊന്നും കാണത്തില്ല, പക്ഷെ എനിക്ക് ഹെഡിങ് വായിക്കുമ്പോൾ അറിയാലോ ഇതിനകത്ത് എന്നെ ദൈവമായി പറഞ്ഞു വെക്കുന്നത്. കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം, അവരോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആരോ ഇട്ട കമന്റ് മാത്രമല്ലേ ചേച്ചി, ഇപ്പൊ നിങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പും ഇറങ്ങിയിട്ടുണ്ട്. രേണുവിന്റെ കൂടെ മുമ്പ് പഠിച്ച പഴയ അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചിയുടെ വോയിസ് ക്ലിപ്പാണ് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതും കൂടി കേട്ടോക്കാം. ചേച്ചി ഇവിടെ ആണെങ്കിൽ 5ാം ക്ലാസ് തൊട്ട് അറിയാം രേണു എന്ന് പറഞ്ഞാൽ. എന്റെ വീടിന്റെ അടുത്തായിട്ടുണ്ട് താമസിക്കുന്നത്. എന്റെ വീടിന്റെ ഒക്കെ കൂടെ ഇവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇവിടെ 2ാമത്തെ കല്യാണം ഈ കൊല്ലസുതി, ആദ്യത്തെ കല്യാണം വേറൊരുത്തനായിരുന്നു, അവനെ ഇവിടത്തേക്ക് പോകുന്നത്. ഇവിടെ ആദ്യത്തെ കല്യാണത്തിൽ ഞങ്ങളെല്ലാം പോയി ഫുഡ് കഴിച്ചത്. മൊത്തമാണ് അവളെ ഏതെങ്കിലും ചുമ്മാ പഠിക്കാൻ പോയിട്ട് ആദ്യം നിർത്തിയിട്ട് പോകുന്ന ഒരാള്. അന്നേരം യുതിയായിട്ട് ലക്ഷണമാണ്. ആദ്യത്തെ കല്യാണം കഴിച്ചിട്ട് 2 രഹസ്യം തോന്നില്ല. അവിടെ പോയിട്ട് ഇവിടെ വീട്ടിലെ മണയും ചെയ്യാനിട്ട് അവിടെ അടക്കടക്ക് ആണി ഉപയോഗിച്ചിട്ട് പോകുന്നത്. അതൊക്കെ ഒറ്റ മത്സരമാണ് ഇവിടെ. ചുമ്മാ ഈ ചെറുക്കനോട് ഇവിടെ പറഞ്ഞ ഇവിടെ ഈ ചോദ്യം മരിച്ചു എന്റെ 2 രാത്രിയില്ല അതിന് എനിക്ക് നാളെ വലിയ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം ആൾക്കാരെ. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ചേച്ചി ഉന്നയിക്കുന്നത് അല്ലേ. സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രേണു വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ കല്യാണത്തിന് പോയി ഞങ്ങൾ ബിരിയാണി കഴിച്ചതാണ് എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. മാത്രമല്ല സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം കിച്ചുവിനോട് രേണു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടതായും ഈ വോയിസിന് അവസാനം പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം കിച്ചു ഇതുവരെ എവിടെയും രേണു തന്നോട് മോശമായി പെരുമാറിയതായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. സുധിച്ചേട്ടനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിലുള്ള കിച്ചുവിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സുധിക്ക് 2 അല്ല 3 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊരു വിവാദം ഈ അടുത്ത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം സുധി മറ്റൊരു വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതിനിടയിൽ രേണുവുമായി അവിഹിത ബന്ധം ഉണ്ടാവുകയും അത് കണ്ടുപിടിച്ച 2ാം ഭാര്യ സുധിയെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് പറഞ്ഞത് മറ്റാരുമല്ല, സുധിയുടെ 2ാം ഭാര്യ തന്നെയാണ്. 2 ദിവസം മുമ്പ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചതുമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കിച്ചു ഇപ്പൊ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൂടി കേട്ട് നമുക്ക് നിർത്താം. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറെ സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകൂ. അച്ഛന്റെ കുറെ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എന്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്ക് അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അതുപോലെ പോട്ട് പറയട്ടെ, അത് അറിയാലോ ആരാന്ന്. ആ എല്ലാവർക്കും പുള്ളി അറിയാം. പുള്ളി എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം. അച്ഛൻ എങ്ങനെയുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. വിവാദങ്ങളെ കുത്തിപ്പൊക്കാൻ ഞാനില്ല എന്നാണ് കിച്ചു പറഞ്ഞത് അല്ലെ. വളരെ പക്വതയുള്ള ഒരു പ്രതികരണം തന്നെയാണ് കിച്ചുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് തന്നെ പറയാം. ഈ ചെറിയ ചെക്കൻ്റെ അത്ര പോലും മെച്യൂരിറ്റിയോ സ്ഥലകാല ബോധമോ രേണുവിന് ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രേണു ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ടാക്കാം, മാർക്കറ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ സമയവും സന്ദർഭവും കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസത്തിലെങ്കിലും നിങ്ങൾക്ക് ഈ പരിപാടിക്ക് ഒരു അവധി കൊടുക്കാമായിരുന്നു. ആ അലിൻ ജോസ് പെരേരയുടെ ഡാൻസിംഗിലും ഒന്ന് ഒഴിവാക്കാമായിരുന്നു. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.